John Kurising. Make no mistake, this is no thriller. Time won't heal the pain till they get him slain. We're talking saying the story about the four real brothers. അവനാരാ? അതെഡി, ടീച്ചറിന്റെ രണ്ടാമത്തെ മകന. ഓ, ടീച്ചർ ഈ തെണ്ടിപ്പിള്ളേരെ വളർത്തുന്ന ഇടയില് ചിലൊന്നും ഇവരെ വിട്ടു പോയില്ല. ടീച്ചറാണ് സ്വന്തം വീട്ടിൽ വരെ കൊടുത്ത് അവരെ മക്കളെ പോലെ വളർത്തും. അതിലൊരുത്തനായ ഇവൻ എഡ്ഡി ജോൺ കുരിശിങ്കൽ. ഈ എഡ്ഡി ചെറുപ്പത്തിലെ മഹാ അറമ്പറപ്പായിരുന്നു. ടീച്ചറിന്റെ ഈ വന്ന ശേഷമാ ഒന്ന് ചൊവ്വായത്. എന്താ വേണ്ട പണി? ബിസിനസ്സാ. ഓ, ഈ സായിപ്പന്മാർക്ക് ജ്യൂസും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഫേ. അത് ബിജോ, ഇളയ ചെക്കനാ, ബാംഗ്ലൂരിൽ പഠിക്കുക. ഇവനപ്പോ കുഴപ്പക്കാരനല്ല. തെണ്ടിപ്പിള്ളേരുടെ കൂടെ അല്ലേ വളർന്നത്, തൊട്ടിത്തരം കാണാതിരിക്കുവോ? ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ സ്റ്റണ്ട് ആർട്ടിസ്റ്റാ. അവനിടയ്ക്ക് ഈ തള്ളയെ വന്ന് കണ്ടു പോകാറുണ്ട്. ആളൊരു റോമിയോയാ. പിന്നെ മൂത്തൊരുത്തൻ. അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് ഇവനാരാ? John Kurising. He fucked up. ഒരു കുത്തുകേസിൽപ്പെട്ട അകത്തായിരുന്നു അന്ന് ഇവിടം വിട്ടത്. ഒരു കുത്തുകേസിൽപ്പെട്ട അകത്തായിരുന്നു. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്നോ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല. ആൻഡ്രൂസ് പറഞ്ഞു വിട്ടിട്ടാണ് സേത് ബോംബെ നിന്ന് വന്നത് എന്നോ പറഞ്ഞിട്ടുണ്ട്. വന്ന് കയറി അന്ന് മുതൽ അവനെ സ്വന്തം മകനെ പോലെയാണ് അമ്മ കരുതിയിട്ടുള്ളതെന്ന് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല, മരിച്ചേ പിന്നെ അവന്റെ മുറിയും അവന്റെ സാധനങ്ങളും അമ്മച്ചി അതേപടി സൂക്ഷിക്കുകയാണെന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അയ്യേ, അതൊക്കെ മോശമല്ലേ? ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ I am enforcing the army and signing a death warrant of the biggest criminal in India. ഇനിയാണ് ആരംഭിക്കുന്നത്.